ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പാളയംകോടൻ പഴം ജാം ഉണ്ടാക്കാൻ കേട്ടോ. വലിയൊരു കൊല കിട്ടി. അതിന് ഇത്രയും പഴം എടുത്തു ഞാൻ. ഈ പാളയംകോടൻ പഴം നമ്മളിപ്പോൾ കൊല വെട്ടിയാൽ ഒന്നിച്ചത് അങ്ങോട്ട് പഴുക്കും. അപ്പോൾ അത് കുറേ കേട് വന്നൊക്കെ പോകുന്നവർക്ക് ഇത് അതുപോലെ ജാമാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. പഴം അതുപോലെ മുറിച്ചിട്ട് കുക്കറിലിടുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് ആദ്യം വേവിച്ചപ്പോൾ ഇതാ ഇങ്ങനെയുണ്ട്. കാരണം ഞാൻ ഉടനെ തുറന്നെടുത്ത്. അപ്പോൾ ഇതാ ഇത് രണ്ടാമത് വേവിച്ചതായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയുക വെച്ചപ്പോൾ ഇത് ഈ കളറായിട്ടോ. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല. നല്ല കളർ വരും, അതുപോലെ നല്ല മധുരവും വരും. ഞാൻ ഇതിൽ പഞ്ചസാര ശർക്കര ഒന്നും ചേർത്തിട്ടില്ല. ആ എടുത്ത വെള്ളത്തിനെ ഇതിൻ്റെ ചണ്ടി മാറ്റി കളഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിനെയാണ് നമ്മൾ കുറുക്കിയെടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, കുറുകും തോറും കളറ് കൂടിക്കൊണ്ടേയിരിക്കും. അവസാനം ഒരു മുന്തിരി ജ്യൂസിൻ്റെ കളറായി കണ്ട, ബീട്രൂട്ടിൻ്റെയൊക്കെ കളർ കണ്ട. പിന്നെ വേവിക്കുന്ന സമയത്ത് തന്നെ ഗ്രാമ്പു ഒരു കഷ്ണം പട്ടയൊക്കെ ഇടും. പക്ഷെ ഞാനത് മറന്നിരുന്നു. ഒത്തിരി തിരക്ക് പിടിച്ച സമയത്താണ് ഇത് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്രാമ്പു പൊടിച്ചിട്ടു. പിന്നെ ഇതാ പാതി കുറുകിയപ്പോൾ ഇത്തിരി ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കേട്ടോ, നീര് ഒഴിച്ച്. ഇതാ കണ്ടോ, ഇതുപോലെ ആയി കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. മധുരമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൽ യാതൊരു കെമിക്കലും മറ്റൊരു സാധനം ചേർക്കാതെ ഇങ്ങനെ ആയത്. ഇത് കണ്ട് തണുത്തപ്പോഴത്തേന് ഇങ്ങനെയായി, കുറച്ച് നല്ലോണം തിക്കായി. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തിക്കായെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കുറച്ചും കൂടെ ലൂസായ ഇച്ചിരി കൂടി നല്ലതാണ്. ഇതാ കണ്ടോ, ഏകദേശം അത്രയും ഉണ്ടാക്കിയപ്പോൾ ഒരു 1 കിലോ ബോട്ടിൽ നിറച്ചു കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക. യാതൊരു മായമില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.